ഒരിക്കലെങ്കിലും എന്നെ കാണാൻ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. വന്നില്ല. ഇന്ന് ശിക്ഷ കഴിഞ്ഞ് പുറത്തു വരുമ്പോഴെങ്കിലും എന്നെ കാത്ത് എന്റെ പപ്പ ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. കണ്ടില്ല. സമൂഹത്തിന്റെ മുന്നിൽ കൊലയാളി എന്ന് മുദ്ര കുത്തപ്പെട്ട ഒരുവനെ മോനെ എന്ന് വിളിക്കാൻ സ്വന്തം അച്ഛൻ പോലും മടിക്കും. അത് ശരിയാണെന്ന് ഇപ്പൊ എനിക്ക് ബോധ്യായി. ആശ്വസിപ്പിക്കാൻ ആരുമില്ലാതെ എന്റെ നാൻസി ഇല്ലാത്ത ഈ വീട്ടിൽ താമസിക്കാൻ എനിക്കാവില്ല. എന്റെ ശബ്ദം കേൾക്കുന്ന പോലും എന്റെ പപ്പയ്ക്ക് അർപ്പാണല്ലേ. ബുദ്ധിമുട്ടിക്കുന്നില്ല. ഞാൻ പോവാ. മോനെ, മോനെ രക്ഷേ, മോനെ. പപ്പ, പപ്പ. എന്റെ കുഞ്ഞിനെ ചെന്നാക്കളുടെ മുമ്പിൽ എറിഞ്ഞു കൊടുത്തിട്ട് നീ അത് കണ്ട് ചിരിക്കുകയാണല്ലേ? ജയിലറയ്ക്കുള്ളിലെ രഹസ്യം തന്റെ കാതിലും എത്തിയോ? പറ, ആരാ തന്റെ ചാരൻ? ഒരു ചാരനും വേണ്ട, എന്റെ ചോരയാണവൻ. അവന്റെ മനസ്സ് നൊന്താൽ ഞാനതറിയും. ചോര? ഇനി നീ നിന്റെ ചെറുമകനെ കാണാൻ പോകുന്നില്ല. ജയിലിൽ നിന്ന് വരുന്ന അവൻ വെറുമൊരു ജീവച്ഛവമായി. ചോരയിൽ കുളിച്ചു കുപ്പത്തൊട്ടിയിൽ കിടന്ന് എന്നെ ആശുപത്രിയിൽ എത്തിച്ചത് മൂത്തുമ്മയും ആ അനാഥക്കുട്ടിയും. ഇതൊക്കെ വേദന മാത്രം അനുഭവിച്ച് ശല്യയിൽ കഴിഞ്ഞ നീ അറിഞ്ഞാൽ, നിന്നെ അറിയിച്ചാൽ നിനക്ക് സഹിക്കാനാവില്ലെന്ന് എനിക്കറിയാമായിരുന്നു. പപ്പ, അല്ലാതെ എന്റെ മോനെ കാണാതെ കഴിയാൻ ഈ പപ്പയ്ക്ക് കഴിയുമായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ നിനക്ക്? പപ്പ, നാൻസിയുടെ സഹോദരി അമ്മയും. നാൻസി, അവൾ പോയ വിഷമം ആ അമ്മയെ വല്ലാതെ തളർത്തി. ഒരു ഷോക്ക്. പിന്നെ അവർ സംസാരിച്ചിട്ടില്ല. കിടന്ന് കിടത്തു 4 മാസം. ഒരു ദിവസം ചെന്ന് നോക്കിയപ്പോ പാവം മേഴ്സിയും ഷേർലിയും ഒരുപാട് കരഞ്ഞു. ഈ വീട്ടിൽ വന്ന് നിൽക്കാൻ അവരെ ഒരുപാട് നിർബന്ധിച്ചതാ. പക്ഷെ അവരൊഴിഞ്ഞു മാറി. ഒരർത്ഥത്തിൽ തമ്പാന്റെ ശല്യം അവർക്കുണ്ടാവുമെന്ന് ഞാനും ഭയന്നു. തമ്പാൻ ജയിലിൽ വെച്ച് അവൻ എന്നോട് കാട്ടിയ ക്രൂരതയ്ക്ക് പിടിയില്ല ഞാൻ. മോനെ, തമ്പാനോട് പ്രതികാരത്തിനാണ് നിന്റെ പുറപ്പാടെങ്കിൽ ഈ പപ്പ ഒരിക്കലും തടയില്ല. ജയിലിൽ വെച്ച് അവർ നിന്നെ തല്ലിച്ചതച്ച് ജീവച്ഛവം പോലെ ആക്കിയെങ്കിലും നിന്റെ ശരീരമേ ക്ഷയിപ്പിക്കാൻ അവർക്ക് സാധിച്ചു. നിന്റെ മനസ്സും ബുദ്ധിയും ഇന്നും അതുപോലെ തന്നെയുണ്ട്. പക്ഷെ അവനെ തോൽപ്പിക്കാൻ അത് മാത്രം പോരാ, ശക്തി വേണം. ഒരു കാൽ നഷ്ടപ്പെട്ട എനിക്ക് നിന്നെ സഹായിക്കാനുള്ള ആവതില്ല. പക്ഷേ എന്തിനും തയ്യാറായ, നിനക്ക് വേണ്ടി ജീവൻ വരെ തയ്ക്കാൻ തയ്യാറായ 3 ചെറുപ്പക്കാരെ ഞാൻ നിനക്ക് തരാം. എബി, ഉണ്ണി, ഏതു 8 വർഷങ്ങൾക്ക് മുമ്പ് ഒരിക്കൽ അപ്പ മോനോട് 1000 രൂപ വാങ്ങിയത് ഓർമ്മയുണ്ടോ? 3 അനാഥ കുട്ടികൾക്ക് ഭക്ഷണവും വസ്ത്രവും വാങ്ങാൻ. അവരാണിവർ. പപ്പയുടെ ജീവൻ രക്ഷിച്ചതും ഇവരാ. നീ പോയപ്പോ ഒറ്റപ്പെട്ടു പോയ പപ്പയ്ക്ക് ഇവരായിരുന്നു ഒരു ആശ്വാസം. ആരോരും ഇല്ലാത്ത ഞങ്ങളുടെ മനസ്സിൽ പപ്പ ഇന്ന് ദൈവമാണ്. സ്നേഹം എന്താണെന്ന്, ബന്ധങ്ങൾ എന്താണെന്ന് പഠിപ്പിച്ച ദൈവം. കഴിഞ്ഞതൊക്കെ ഞങ്ങൾക്കറിയാം. ചേട്ടനെ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഞങ്ങൾ. എന്ത് വേണമെന്ന് പറഞ്ഞാൽ മതി. ആരെങ്കിലും തല്ലണമെങ്കിൽ തല്ലാം, കൊല്ലണമെങ്കിൽ കൊല്ലാം. എന്തിനും ഞങ്ങൾ ഒരുക്കുക. ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോ നിങ്ങളുടെ ദേഹത്തൊരു പോറലേൽപ്പിക്കാൻ ഞങ്ങൾ ഒരുത്തനെ സമ്മതിക്കില്ല.
കരയരുത്. ഒരുപാട് കരഞ്ഞതല്ലേ. ഇനി നിങ്ങൾ കരയാൻ ഈ ഏട്ടൻ അനുവദിക്കില്ല. എന്താവശ്യമുണ്ടെങ്കിലും എന്നോട് പറയണം. നിങ്ങളുടെ ചേച്ചി, അവൾ ഇന്നും ആ വീട്ടിലുണ്ട്. നിങ്ങൾ ഇടയ്ക്ക് അങ്ങോട്ട് വരണം. ചേച്ചിക്ക് അത് സന്തോഷമാവും. ഞാൻ കരുതി ഏട്ടനെ കണ്ടപ്പോ രണ്ടുപേരും പപ്പയെ മറന്നു. മേസി ഇന്നലെ പപ്പയെ സ്വപ്നം കണ്ടു. അപ്പൊ തന്നെ ഞാൻ പറഞ്ഞു ഇന്നെന്തായാലും പപ്പ വരുമെന്ന്. അപ്പോ നിങ്ങൾ ഓർക്കുന്നുണ്ട്. സന്തോഷം. 8 വർഷം കൊണ്ട് ശത്രു നേടിയ വളർച്ച നമുക്ക് പ്രതീക്ഷിക്കാവുന്നതിലപ്പുറമാണ്. കോടികൾ കയ്യിലുണ്ടെങ്കിൽ ഇവിടെ ഏത് ചെറ്റയ്ക്കും എന്തുമാകാമല്ലോ. കള്ളക്കടത്തുകാരന് കലാകാരനാകാം, കരിഞ്ചന്തക്കാരന് നേതാവാകാം, അക്ഷരം കൂട്ടി വായിക്കാൻ അറിയാൻ പാടില്ലാത്തവന് മന്ത്രിയുമാകാം. തമ്പാന്റെ വളർത്തുപട്ടികളായിരുന്ന ലോനപ്പനും പാർട്ടിയും അയാളുടെ ആജ്ഞകൾ അനുസരിക്കാതെ വന്നപ്പോൾ ഒരു അട്ടിമറിയിലൂടെ തമ്പാൻ ആ കസേര സ്വന്തമാക്കി. ആഭ്യന്തരമന്ത്രി പട്ടം വില കൊടുത്തു വാങ്ങി. അതെല്ലാവർക്കും അറിയാം, പത്രക്കാരുൾപ്പെടെ. പക്ഷേ ആരും മിണ്ടുന്നില്ല. പോരാത്തതിന് മകളുടെ ഭർത്താവായി ഒരു IPS കാരനെ കിട്ടി. ഇപ്പൊ ഇവിടുത്തെ സിറ്റി കമ്മീഷണർ ജോഷി ജോർജ്. മാത്രമല്ല, തമ്പാന്റെ കൊട്ടാരത്തിലെ പലർക്കും ഇന്ന് സ്ഥാനചലനം സംഭവിച്ചിട്ടുണ്ട്. അഡ്വക്കേറ്റ് ശ്രീനിവാസനെ അയാൾ എന്തോ നിസ്സാര കാര്യത്തിന് കറിവേപ്പില പോലെ വലിച്ചെറിഞ്ഞു. IG മേനോൻ ഇപ്പോഴും വാലും ചുരുട്ടി കൂടെയുണ്ട്. അപ്പോ ശത്രു അത്ര നിസ്സാരക്കാരനല്ല. ഒപ്പം നിൽക്കാൻ പ്രബലരായ ആൾക്കാർ കൂടെ ഉള്ളപ്പോൾ അല്ലേ? തമ്പാനാൽ ബാധിക്കപ്പെട്ട ഒരുപാട് പേരുണ്ട്. ആദ്യം അവരെ ഒരുമിപ്പിച്ച് തമ്പാനെതിരെ സൈന്യം നമ്മളുണ്ടാക്കണം. ചിലരെയൊക്കെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. എവരി ഡോ ഹാസ് ഇറ്റ്സ് ഡേ. പക്ഷേ യൂണിഫോം സ്വീകരിക്കുമ്പോ എന്റെ മനസ്സിൽ ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു. മറ്റേതൊരു ചെറുപ്പക്കാരനെയും പോലെ ഞാനും ആഗ്രഹിച്ചു സത്യസന്ധനായ ഒരു പോലീസ് ഓഫീസർ ആകണമെന്ന്. അതിനുവേണ്ടി എന്ത് ത്യാഗവും സഹിക്കണമെന്ന്. പക്ഷെ ഇപ്പൊ എല്ലാം തിരുത്തി. എന്നെ കൊണ്ട് തിരുത്തി എഴുതിച്ചു എന്റെ അനുഭവങ്ങൾ. വർഷത്തിൽ 4 ട്രാൻസ്ഫർ. അതും എങ്ങോട്ട്? ഇന്നും ഇലക്ട്രിസിറ്റി പോലും കടന്നു ചെന്നിട്ടില്ലാത്ത മനുഷ്യപ്പിശാചികൾ മാത്രം താമസിക്കുന്നിടത്തേക്ക്. എന്തൊക്കെയാ കുറ്റമെന്നറിയണ്ടേ? അനധികൃതമായി ചാരായം കടത്തി അവരെ അറസ്റ്റ് ചെയ്തു. മന്ത്രിയുടെ സഹോദരി ബ്യൂട്ടി പാർലർ എന്ന പേരിൽ നഗരത്തിൽ നടത്തിയിരുന്ന വേശ്യാലയം റെയ്ഡ് ചെയ്തു. മയക്കുമരുന്നടിച്ച് നടുറോട്ടിൽ തുണിയഴിച്ചാടിയ നേതാവിന്റെ പുത്രനോട് എന്ത് വൃത്തികളാണ് ഈ കാണിക്കുന്നത് ചോദിച്ചു. പോരെ, ഇത്രയും പോരെ? ഒരു പോലീസ് ഉദ്യോഗസ്ഥരെ പന്ത് തട്ടുന്ന പോലെ ഇട്ട് തട്ടാൻ പഠിച്ചു. ഒരുപാട് പഠിച്ചു. കണ്ണടച്ചു, കാതും വായും പൊത്തി. ഇപ്പൊ ഞാൻ കുംഭകോണക്കാരുടെ പ്രിയപ്പെട്ട ഓഫീസറാ. ഇമ്മീഡിയറ്റ് പ്രൊമോഷൻ, C റാങ്കിലേക്ക്, നല്ലൊരു ബാങ്ക് ബാലൻസ്, ഹാപ്പി. സത്യം പറഞ്ഞ എന്റെ ഭാര്യയുടെ മുമ്പിൽ പോലും ഇപ്പോഴാ ഞാനൊന്ന് നിവർന്നു നിൽക്കുന്നത്. അവൾക്ക് പോലും ഞാൻ ജീവിക്കാൻ അറിയാൻ പാടില്ലാത്തവനായിരുന്നു. ഞാൻ കാണാൻ വന്നത് ഈ രവിശങ്കരനെ അല്ല. സോറി. ജസ്റ്റ് എ മിനിറ്റ്. ഇപ്പൊ പറഞ്ഞതൊക്കെ ഞാൻ കെട്ടിയിരിക്കുന്ന മുഖംമൂടിയെ കുറിച്ച്. ദേശീയപതാകയും മേലുദ്യോഗസ്ഥരെയും സല്യൂട്ട് ചെയ്യേണ്ട ഈ കൈകൊണ്ട് ഒരിക്കലൊരു നാറിയെ സല്യൂട്ട് ചെയ്യേണ്ടി വന്നപ്പോ ആ കൈ അടിച്ചു പൊട്ടിച്ച രവിശങ്കറിന്റെ മനസ്സിന് ഇപ്പോഴും ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. റെക്സ്, ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും. പ്രത്യക്ഷത്തിലല്ല, ബിഹൈൻഡ് ദ കർട്ടൻ. പ്രത്യേകിച്ച് നിന്റെ ശത്രു തമ്പാനായതുകൊണ്ട്. താങ്ക് യു ഫോർ ദി പ്രോമിസ്. ഒരു ചാണക്യ തന്ത്രം കൊണ്ടേ അവനെ ഒതുക്കാനാവും തോന്നിയോണ്ടാണ് 4 ഭാഗത്തുനിന്നും കരുക്കൾ നീക്കാൻ ഞാൻ തീരുമാനിച്ചത്. ഒരു കാരണം കൊണ്ടും അവൻ രക്ഷപ്പെടരുത്. നിങ്ങളെന്താ എന്നെ വിലയ്ക്ക് വാങ്ങാൻ വന്നേക്ക? അല്ല, രാഷ്ട്രീയ ലേലം വിളിയിൽ തമ്പാനെതിരെ നിൽക്കുന്ന ഒരു ശക്തിയായി വളർത്താൻ. ഓഹോ, അപ്പൊ നിങ്ങളുടെ കസേര അവൻ പിടിച്ച് വാങ്ങിച്ചു. കസേരയല്ല, ജീവിതം. അതാണ് അവൻ പിടിച്ചു പറിച്ചത്. കൂടെ നിൽക്കാമെന്ന് പറഞ്ഞിട്ട് ഒടുവിൽ അസ്ഥാനത്ത് കൊണ്ടുപോയി എലിക്കത്രിക വയ്ക്കരുത്. ഞാൻ പൊളിറ്റീഷ്യൻ അല്ലല്ലോ. എന്നാ ഒന്നും പേടിക്കണ്ട, നിങ്ങൾ ധൈര്യമായിട്ട് വയ്ക്കൂ. ഇന്നു മുതൽ അവന്റെ ചൂളയ്ക്ക് വിറക് വയ്ക്കുന്ന കാര്യം ഞാൻ ഏറ്റു. എന്റെ പാർട്ടി പത്രം എഴുതും, മിനിസ്റ്റർ തമ്പാന്റെ താണ്ഡവ നടനം. പക്ഷേ അതിനുള്ള കരുക്കൾ ഞങ്ങൾ തരും, എരിവും പുളിയുമുള്ള വാർത്തകൾ. തമ്പാനെ, നിന്റെ തുമ്പിക്കൈ സൂക്ഷിച്ചു. കട്ടുറുമ്പുകൾ ഇറങ്ങി